അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അഭിനവ് സുന്ദർ നായിക്, മൂന്തനുണ്ണി അസോസിയേറ്റ്സിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള മോളിവുഡ് ടൈപ്സ് നസ്ലിൻ അഭിനയിക്കുന്ന സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. സോ നമുക്ക് ടീസർ ഒന്ന് കണ്ടു നോക്കാം. ആക്ച്വലി മൂന്തനുണ്ണി അസോസിയേറ്റ്സ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കഴിഞ്ഞ വർഷമൊന്നുമല്ല, 2-3 വർഷമായില്ലേ. അപ്പോൾ നമുക്കത് ആക്ച്വലി ആ പുള്ളിയുടെ അടുത്ത സിനിമ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഒരു വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. സോ നമുക്ക് അതിൻ്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ. മനോജ് നായിക് ചാമറിന്റെ അച്ഛൻ മനോജ് നായിക് ചാമറിന് ചെറുപ്പത്തെ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തോണ്ടല്ലേ ഇപ്പോൾ പുള്ളിയുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. പുള്ളി ഇന്റർവ്യൂ ഞാൻ കണ്ടത്. ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ കുട്ടികളുണ്ട്. ഹോളിവുഡ് മതി, ഹോളിവുഡ് മതി. First will always be recorded and remembered in history. എൻ്റെ ആദ്യ സിനിമ എല്ലാവരും ഓർക്കണം. അതിന് ഓഡിയൻസ് പേടിച്ചാൽ മാത്രം പോയി. പേടി ഒരു ചരിത്രമാണ്. ആ ചരിത്രം ആഘോഷിക്കപ്പെടും. ക്യാമറ കിട്ടിയ ഉടനെ നമ്മളൊരു ഹൊറർ ഷോട്ട് കൊടുക്കും. നീയാണെന്ന് ഞാനും. യെസ്, അൺപ്രഡിക്റ്റബിൾ ടേൺ ഓഫ് ഇവന്റ്സ്, ജസ്റ്റ് ലൈക്ക് മനോജ് നായിക് ചാമർ. എനിക്ക് വേറൊരു ഫിലിമിക്കറായ പോരെ സുചി. എന്റെ ഫീൽഡിലെ ബെസ്റ്റാണ്. ദി ബെസ്റ്റ് ഹൊറർ ഫിലിമേക്കർ മലയാളം സിനിമ ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്. നമ്മളൊക്കെ വീട്ടിലിരുന്ന് ആലോചിക്കുന്ന പോലെ തന്നെ അല്ലേ. നമ്മളൊരു പടം എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഗംഭീര പരിപാടിയോ മലയാള സിനിമയിൽ എല്ലാരും അല്ലെ ഞെട്ടിത്തരിക്കുന്ന പോലത്തെ ഒരു സിനിമ. പിന്നെ എല്ലായിടത്തും നോക്കിയാലും നമ്മുടെ പേര് തന്നെ. ഇന്റർവ്യൂസ്, ഇന്റർവ്യൂ, റീൽസ്, അനുപമ ചോപ്ര ഇന്റർവ്യൂ, മനീഷ് നാരായണ ഇന്റർവ്യൂ, അങ്ങനെ ഇന്റർവ്യൂവിന്റെ 1000 കളികൾ അല്ലേ. ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്കില് എല്ലായിടത്തും എല്ലാ റിവ്യൂവേഴ്സും ഭയങ്കരമായിട്ട് ബുക്കിൽ പറയുന്ന ഒരു ഗംഭീര ഫിലിം, ഗംഭീര മേക്കിംഗ് എന്നൊക്കെ പറയുന്ന ലെവല്. ഇതാണ് നമ്മുടെ ആഗ്രഹം. അതുപോലെയാണ് തോന്നുന്നു ഈ കഥയിലെ നായകന്റെ ആഗ്രഹങ്ങൾ. ഒരു ഫിലിം മേക്കേഴ്സ് മൈൻഡ് സെറ്റ് പോലത്തെ. മറ്റേ സ്പീൽബർഗിന്റെ ഒരു പടം പുള്ളിയുടെ ഫേബിൾ. ആക്ച്വലി ഇത് ഈ മനോജ് നായിക് ചാമറിന്റെ കാര്യം പുള്ളി ട്രെയിലർ പറഞ്ഞില്ലേ. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പുള്ളി നമ്മുടെ ഡയറക്ടർ അഭിനവ് സുന്ദർ നായിക് ഈ മാധവൻ ഷോ എന്ന് പറഞ്ഞാൽ തമിഴിൽ 2 ഇന്റർവ്യൂ പുള്ളി കൊടുത്തിട്ടുണ്ട്. മാധവൻ ഷോ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു. അതുപോലെ തന്നെ റോണക് മങ്കൂട്ടിലിന്റെ ഒരു ഇന്റർവ്യൂ. പുള്ളി തമിഴാണോ? തമിഴ്. അപ്പോൾ അത് ഈ 2 ഇന്റർവ്യൂ ഞാനിത് മൊത്തം കണ്ടു. അപ്പോൾ അതിനകത്ത് 2ലും പുള്ളി പറയുന്നുണ്ട് പുള്ളിക്ക് സിനിമ ചെയ്യാനുള്ള ഏറ്റവും ഇൻട്രസ്റ്റ് ഉണ്ടായത് ഈ മനോജ് നായിക് ചാമറിന്റെ സിനിമകൾ കണ്ട് തുടങ്ങിയ സമയം പോലെ. പുള്ളി പറഞ്ഞത് വളരെ യങ് ഏജിൽ തന്നെ ഈ പുള്ളിയുടെ പടങ്ങൾ കണ്ടിട്ട് ഈ സാധനം. ഞാൻ ആക്ച്വലി എം നൈറ്റ് ഷ്യാമലിന്റെ ഭയങ്കര ഫാനാണ്. ഞാൻ എനിക്ക് ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഈ അച്ഛനാണ് ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സയൻസ് എന്ന് പറഞ്ഞ പടം. സയൻസ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ 6th സെൻസ് എന്ന് പറഞ്ഞ പടം കാണുന്നത്. അപ്പോൾ ആദ്യം കാണുന്ന സയൻസ്. അപ്പോൾ അച്ഛനെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ശ്യാമളൻ. അപ്പോൾ അന്നും ഈ പുള്ളി പറഞ്ഞ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇത് പുള്ളി മലയാളിയാണ്. മനോജ് നായിക് ശ്യാമളൻ മലയാളി. അതായത് അത് കറക്റ്റ് അറിയില്ല, പക്ഷെ അന്ന് പറയുന്നത് മലയാളിയാണ്. നമ്മുടെ മലയാളി പോയി ഹോളിവുഡിൽ പടം ചെയ്തു ആ സാധനം. അപ്പം ഞാൻ അന്ന് പോലെ അങ്ങനെ സംഭവം ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെയാണ് ഈ സയൻസ് എന്ന് പറഞ്ഞ മൂവി ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് പുള്ളിയുടെ 6th സെൻസ്, ഈ പറഞ്ഞ പോലെ പഴയ മെയിൻ കുറെ പടങ്ങൾ ഉണ്ടായിരുന്നല്ലേ പുള്ളിക്ക്. അതെല്ലാം അൺബ്രേക്കബിൾ, ഗ്ലാസ് കുറച്ച് അതെ ഗ്ലാസ് ഒക്കെ ഒന്ന് കുറച്ച് ലേറ്റർ, സ്പ്ലിറ്റ് അല്ലേ, ഇതൊക്കെ കുറച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എം നൈറ്റ് ശ്യാമളൻ പടമാണ് വില്ലേജ്. പക്ഷെ അത് ചിലർക്ക് വെറുപ്പാണ്, അടിക്കും വില്ലേജ് പറഞ്ഞ. പക്ഷെ എന്തോ ഒരു വില്ലേജിന് എല്ലാവരും പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ മാർക്കറ്റിംഗ് തെറ്റായിരുന്നു. പുള്ളി പറഞ്ഞല്ലേ, പുള്ളി എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് ഒരു ട്വിസ്റ്റിലാണ് എല്ലാവരും കിളി പറക്കണം. എല്ലാവരും കിളി പറക്കുന്ന ഒരു ട്വിസ്റ്റ് നോക്കും ലാസ്റ്റ്. അതാണ് സംഭവം. അപ്പോൾ ആ പടം ഈ പറയുന്ന പോലെ അതിന്റെ മാർക്കറ്റിംഗ് ഇല്ലാതെ കണ്ടാൽ അത് ആക്ച്വലി ലവ് സ്റ്റോറി, പക്ഷെ അതിനെ ഹൊറർ മൂവി പോലെയാണ് അവർ മാർക്കറ്റ് ചെയ്തത്.
ആക്ച്വലി എനിക്ക് ഈ പുള്ളിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ പുള്ളി ഇന്റർവ്യൂവിൽ സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പുള്ളി തിയേറ്ററിൽ പോയി കണ്ട ഇംഗ്ലീഷ് പടങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിലേറ്റബിൾ. കാരണം പുള്ളി പറയുന്ന പടങ്ങളെല്ലാം തന്നെ ആ ടൈം വരെയാണ് ഞാനും ഈ സിനിമകളോട് എക്സ്പോസ്ഡ് ആവുന്ന ടൈം. ഈ പറഞ്ഞ നമ്മുടെ മമ്മി, ഈ ടൈറ്റാനിക്, മറ്റേ എന്തായിരുന്നു ജുറാസിക് പാർക്ക്, ഗോഡ്സില്ല, റോളണ്ട് എംബ്രിച്ചിന്റെ ഗോഡ്സില്ല, അങ്ങനെ കുറെ ഇൻഡിപെൻഡൻസ് ഡേ, ആ ടൈമിൽ ഒരുപാട് ഇംഗ്ലീഷ് പടങ്ങളുണ്ട്. അന്ന് ഇംഗ്ലീഷ് പടങ്ങളോട് ഭയങ്കര കമ്പമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിലോ മറ്റു ഭാഷയെ കാണുന്ന പോലെയല്ല, വലിയ വലിയ സംഭവമാണ് നടക്കുന്നത് അവിടെ ഈ ചെറിയ ചെറിയ നാട് രക്ഷിക്കുക, വീട് രക്ഷിക്കുക പരിപാടിയൊന്നുമില്ല, ലോകത്തെ രക്ഷിക്കുക. ഈ ജീവികളൊന്നും എന്താ നമ്മുടെ നാട്ടിൽ വരാത്ത? ഞാൻ നോക്കും ഇവിടെ ഞാൻ നോക്കുമ്പോൾ മലയാള പടത്തിൽ ലാലേട്ടനും മമ്മൂക്കൊക്കെ മുണ്ടുപടക്കം ഇടിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഇവരെന്താടാ മനുഷ്യരോട്ട് ഫൈറ്റ് ചെയ്യുന്നത്, എന്താ ഇവിടെ ഡൈനസോറുമായിട്ട് ഇവരൊന്നും ഫൈറ്റ് ചെയ്യാതെ? നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് അന്ന് അറിയില്ല ഏതാ നമുക്കിത് എടുക്കാൻ കുറച്ച് പാടാണ്, നമുക്ക് ഇത്രയും അങ്ങനെ ചിന്തിക്കുന്നില്ല. നമുക്കിത് എല്ലാ സിനിമയാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ ഇതെല്ലാം നമുക്ക് പറ്റുമെന്നുള്ള ലൈനിലാണ് ചിന്തിക്കുന്നത്. അന്ന് മെയിൻ ഒരു കോമഡിയാണ് ഈ കൊച്ചിലത്തെ മെയിൻ സംഭവമാണ് ഈ സംസാരം വരുമ്പോൾ ഓടിച്ചു കൊടുക്കും. എനിക്ക് ആക്ഷൻ സീൻ കാണും. അതെ, അനക്കൊണ്ടാണ് പാമ്പ് പറട്ടെ. പണ്ട് മറ്റേ ഈ ഡോളസ്ട്രോളജി ഉണ്ടല്ലോ നമ്മുടെ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ, അപ്പൊ അത് പണ്ട് ഇങ്ങനെ അച്ഛൻ ഈ പടത്തിന്റെ VCD കണ്ടാന്ന് തോന്നുന്നു, ആ സാധനം കൊണ്ടുവന്നിട്ട് കാണിക്കുമ്പോൾ നമുക്ക് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിന്റ് ഈസ്റ്റ്വുഡ് അതിന്റെ പോസ്റ്ററിലൊക്കെ മറ്റേ ഗണ്ണൊക്കെ പിടിച്ചു നിൽക്കും. അപ്പം നമ്മുടെ മനസ്സിൽ മോനെ കിടിലം വെടിപ്പടമാണ്. നമ്മൾ നോക്കുമ്പോൾ സംസാരം ഡയലോഗ് ഓടിച്ചു എപ്പോഴാണ് ഷൂട്ട് ഔട്ട് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കും, എന്നിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം ഒറ്റ നമ്മൾ വലിയ ഫൈറ്റ് മറ്റേ ഗണ്ണെടുക്കുന്നു, കഴിഞ്ഞു, ഇത്രേ ഉള്ളു. ഇന്നത്തെ ആക്ഷൻ പടം ആ സാധനം. ഡോളസ്ട്രോളജിയൊക്കെ പണ്ട് ചെറുപ്പത്തിൽ കണ്ടായി, ഗുഡ് ബാഡ് അഗ്ലി, ഫിസ്റ്റ്ഫുൾ ഓഫ് ഡോളേഴ്സ്, എ ഫ്യൂ ഡോളേഴ്സ് മോർ, ഇതെല്ലാം അന്ന് ചെറുപ്പത്തിൽ കാണുമ്പോൾ നമുക്കൊന്ന് ഭയങ്കര മറ്റേ അന്ന് സ്റ്റൈല്, പുള്ളി മറ്റേ സിഗരറ്റൊക്കെ അടിച്ചു പിടിച്ച് മറ്റേ ഭയങ്കര സ്റ്റൈലാണ് ക്ലിന്റ് ഈസ്റ്റ്വുഡ് അന്ന്. അപ്പം നമുക്ക് അതൊക്കെ പണ്ട് അങ്ങനെ ചെറുപ്പത്തിൽ ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇൻസ്പയർ ചെയ്ത സാധനങ്ങളാണ്. മലയാള സിനിമ ഭയങ്കര ലേറ്റർ സ്റ്റേജിലാണ് ഞാൻ ഡീപ്പായിട്ട് ശ്രദ്ധിക്കുന്നത്. ഞാൻ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മലയാള സിനിമ തുടങ്ങിയത് അല്ല, ആ മലയാള സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ മലയാള സിനിമയിലേക്ക്, അതായത് നമ്മൾ ഈ ഇംഗ്ലീഷ് പടങ്ങളും മറ്റ് ലാംഗ്വേജ് പടങ്ങളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ആയി കഴിഞ്ഞപ്പോഴേ നമ്മളെ ഭയങ്കരമായിട്ട് മറ്റേ ത്രസിപ്പിക്കുന്ന കുറേ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മലയാള സിനിമയിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് മലയാള സിനിമയിൽ അന്നത്തെ എൻ്റെ ഫേവറേറ്റ് ആളായിരുന്നു വിരാട് സാർ, എന്താ ആകാശക്ക, പിന്നെ നമ്മുടെ ഇന്ദ്രിയം, ഹൊറർ പടങ്ങൾ, അങ്ങനത്തെ പടങ്ങൾ, അതായത് കുറച്ച് വെറൈറ്റി പടങ്ങളാണെങ്കിൽ മലയാളത്തിൽ. പക്ഷെ നമ്മൾ ഇന്ന് കാണുമ്പോൾ അതൊക്കെ മറ്റേ നമുക്ക് മലയാളത്തെ പടങ്ങളുടെ ലിസ്റ്റിൽ പടങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ മലയാള സിനിമ ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റിങ്ക്റ്റ് ആണ്. എനിക്കിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ, അതിനകത്ത് ഭയങ്കര കഥകളൊക്കെയാണ് പറയുന്നത്. ഈ മേക്കിംഗ് പരിപാടികളൊക്കെ ഈ കുറച്ച് പരിപാടികളുണ്ടെങ്കിലും, പക്ഷേ ഈ കഥകളൊക്കെ ഇല്ലേ, കഥകളും ആക്ഷനും മറ്റേ കൊള്ളസംഖ്യത്തിൽ ഇരിക്കുന്ന ലൈറ്റ് കത്തുന്നത് ഭയങ്കര പരിപാടികളാണ്. അപ്പോൾ ഈ പരിപാടികളൊക്കെ കാണാൻ രസമാണ്. പിന്നെ കാണുന്ന മൊത്തം ലാലേട്ടന്, അമ്മ കൊടൂരെ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് ലാലേട്ടൻ്റെ തമാശ ആ ടൈപ്പ് പടങ്ങൾ, കുടുംബ ചിത്രങ്ങൾ. അപ്പം അമ്മ പണ്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട് ലാലേട്ടനെ വെച്ചെടുക്കാൻ. ഓഹോ, അപ്പൊ ഇത് ഇങ്ങനെ ജനറ്റിക്കലായിട്ട് വന്നതാണ്. അതെ, അപ്പം നമ്മൾ അങ്ങനെ ഭയങ്കര ഡിസ്റ്റിങ് മലയാള സിനിമയ്ക്കകത്ത് ഇങ്ങനെ കുടുംബ ചിത്രങ്ങൾ കളറിൽ കാണാം. പിന്നെ പരിപാടിയുള്ള പടം കാണണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാം. മറ്റേ ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് പടം വെക്കുമ്പോഴത്തേക്ക് കാണാം മമ്മി റിട്ടേൺസ് അല്ലേ, അത് എന്തൊക്കെ സംഭവമാണ്. നമ്മൾ മറ്റേ ഗംഭീര സിനിമ അന്നതാണ് നമുക്ക് ശരിക്കും ആ ഇറയാണെന്ന് തോന്നുന്നു ഈ അഭിനവ് സുന്ദർ നായകനെയും ഇങ്ങനെ ഈ സിനിമയിൽ എത്തിച്ചു. കാരണം പുള്ളി ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം. ഇതുവരെ ഇപ്പൊ ഒരു ഫൺ ക്യാരക്ടർ, ഒരു സിനിമാക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൺ നസ്ലിൻ. അതെ, അതുപോലെ പുള്ളി പറഞ്ഞ വേറെ സംഭവമുണ്ട്, ഇത് പുള്ളിയുടെ സക്സസ് ട്രിലോജി, അതിലെ രണ്ടാമത്തെ സിനിമയാണെന്ന് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് പടം 3 വേണ്ടി അസോസിയേറ്റ്, അതുപോലെ സക്സസ് ട്രിലോജിയിലെ രണ്ടാമത്തെ സിനിമയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി ഒരു പടം കൂടെ ഉണ്ടാവും, അതായത് ഒരു മെയിൻ ക്യാരക്ടർ സക്സസിലേക്ക് പോകണം. അപ്പൊ എന്ത് വില കൊടുത്തും പുള്ളി സക്സസിലേക്ക് അതന്നെ അത് ആ മീറ്റർ ആണോ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരാള് സക്സസിലേക്ക് യാത്ര ചെയ്യുന്ന ബേസ് ചെയ്തുള്ള പടം, ഒബ്സഷൻ അല്ലേ, ഒരു പോയിന്റിലേക്കുള്ള. പുള്ളി പറയുന്നുള്ളൂ എനിക്ക് ബെസ്റ്റ് ആവണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ലൈനിൽ ആ സക്സസ്ഫുൾ ആവാൻ മൂന്നുണ്ണി അങ്ങനെ പറയുന്നുണ്ടല്ലോ. മൂന്നുണ്ണിയുടെ ക്യാരക്ടറിന് ആ ഒരു ലൈൻ ഉണ്ടല്ലോ. അല്ല, പക്ഷേ മറ്റേതിനകത്ത് വിനീത് ശ്രീനിവാസൻ എന്ന വ്യക്തിയെ കാണാത്തൊരു ഡാർക്ക് സോണിലേക്ക് കൊണ്ടുപോയതല്ലേ. പിന്നെ അസ്ലീനും അങ്ങനെ ഒരു ഇതുവരെ ചെയ്തിട്ടില്ല. അതിനൊരു സ്കോപ്പ് ഉണ്ട്, അത് രസമായിരിക്കും അങ്ങനെ വന്ന. സോ നമ്മൾ ഡെഫിനറ്റ്ലി എനിക്ക് ഈ പുള്ളിയുടെ ഈ പടത്തിന്റെ അനൗൺസ്മെന്റ് മൂലം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് കാണാൻ ഇനി നമുക്ക് വേറൊന്നും വേണ്ട, നമ്മൾ ഓൾറെഡി കാണുമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത ടൈപ്പ് പടങ്ങളായിരുന്നു. അതെ, ഷോർട്ട് സെലക്ഷൻ ആണെങ്കിലും മറ്റേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. OCD ഉള്ള എനിക്ക് മറ്റേ എല്ലാ സെന്ററിൽ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെക്കുന്ന കാണുമ്പോൾ കമ്പോസിഷൻ വളരെ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും, ഇല്ല പുള്ളിക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞാൽ. സോ സംഭവം കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ആക്ച്വലി ടീസർ കണ്ടച്ച് നേരം നമ്മൾ മറ്റേ നമ്മുടെ നൊസ്റ്റാൾജിയിലേക്ക് ഇറങ്ങി. അതെ. പക്ഷെ ടീസർ കൊള്ളാം, ടീസർ നല്ല രസമുണ്ട് പരിപാടി. ഇതിന് ജൂണിലാണ് റിലീസ് അല്ലേ, ജൂൺ 4-5 എന്തോ ആണ് റിലീസ് തോന്നുന്നുണ്ട്. ഉടനെ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ.
അടുത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ടൈമിലെന്തോ റിലീസ് ഒരു പോസ്റ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പാട്ട് ഒരു ടീച്ചർ വന്നിട്ടുണ്ട്. അതെ അതെ, ഒരു ടീച്ചർ ഒരു പാട്ട് വന്നിട്ടുണ്ട്. ഇനി ട്രെയിലറുണ്ടാവും. ഇന്നല്ലായിരുന്നു അതല്ല, ഇന്ന് ട്രെയിലർ ലോഞ്ച് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടില്ല, ട്രെയിലർ ടീസർ ലോഞ്ച്. സോ അപ്പം മോളിവുഡ് ടൈംസ് നമ്മൾ ഡെഫിനറ്റ്ലി കാണുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി ഇന്നാണ് അറിയാമല്ലോ, കാരണം നമുക്ക് ഈ മൂന്നനുണ്ണിയുടെ ഡയറക്ടർ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ എക്സ്പെക്റ്റേഷൻ. സോ പടം വരട്ടെ, അത് കണ്ടതിന് ശേഷം നമ്മൾ ഡീപ്പായിട്ട് പിന്നെ നമ്മളപ്പോൾ ഇപ്പോൾ സംസാരിച്ച പോലെ നമ്മുടെ ആ ചൈൽഡ്ഹുഡ് സിനിമയിലേക്ക് നമ്മൾ എത്താനുള്ള, അല്ലെങ്കിൽ സിനിമ എന്നുള്ള ഇൻട്രസ്റ്റിലേക്ക് നമ്മൾ എത്താനുള്ള റീസണായ കാര്യത്തെ പറ്റി സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ നല്ല രസമായിരിക്കും. കുറേ പറയാം. നമ്മളത് തുടക്കം തൊട്ട് ചെയ്യാന്നിരിക്കും. 5000 സബ്ബായിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് 5000 ആകുന്നില്ല. അതെ അതെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കുറച്ചുകൂടെ അങ്ങോട്ട് കയറ്റി 5000 കൊണ്ടുവന്നാൽ ഞങ്ങൾ വീണ്ടും ആ പോഡ്കാസ്റ്റ് ഏതായാലും ചെയ്യും. ഞങ്ങൾ കുറേ പറയാനുണ്ടത്. അതെ, രസമായിരിക്കും.